സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മംഗളത്തിൻ്റെതെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉസ്താദിന്റെ അടുത്തേക്ക് വരണം, പള്ളിത്തെ ഉസ്താദിന്റെ അടുത്തേക്ക്. അല്ല, നാട്ടിലൊരു പ്രധാനപ്പെട്ട ഉസ്താദ് ഉണ്ട്, ആ നാട്ടുകാരൻ, അയാളടുത്ത് വരണം. വന്നിട്ട് പറയണോ, ഇതാ ഇങ്ങനെ ഞങ്ങളെ മക്കളെ മംഗലാക്കാൻ തീരുമാനിച്ചു, ഞങ്ങളെ മംഗലം എങ്ങനെ വേണോന്ന് നിങ്ങൾ ചൊല്ലി തരി നോക്കാം. ആ റൂട്ടിലേക്ക് ഇനി വരണം, വന്നേ മതിയാകൂ. നമ്മൾ ഇനി എപ്പ പഠിക്കുന്നേ? നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി. കൊറോണ വന്നിട്ട് പോയി. കൊറോണ വന്നപ്പോ എന്ത് ഒരുത്തരത്തിന്റെ അവസ്ഥ? ഖിയാമത്തായി തന്നെ ഒരുത്തരത്ത് പറയുന്നു. ജുമാ ഇല്ലാതായില്ലേ? ഇനി എപ്പോഴാണ് നമുക്ക് പാഠം വരുന്നത്? ഓ ആഭാസങ്ങൾ നിർത്തൽ ചെയ്യാൻ ഇനിയും സമയമായില്ലേ? ചോദിക്കട്ടെ, കൊറോണ വന്നു പോയില്ലേ? ജീവിതകാലത്ത് ഇന്ന് വരെ അനുഭവിക്കാത്തത് ഞാനും നിങ്ങളും ഞങ്ങളെ ജീവിതകാലത്ത് അനുഭവിച്ചു കഴിഞ്ഞില്ലേ? പള്ളികൾ പോലും അടക്കപ്പെട്ടില്ലേ? ആ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ പോലും പാടില്ലാത്ത കാലം കഴിഞ്ഞു പോയില്ലേ? സഫിൽ നിൽക്കുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണമെന്ന് പോലും സർക്കുലർ വന്നില്ലേ? അതേ കൈകളിലേക്ക് ലിക്വിഡ് പുരട്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? മാസ്ക് ധരിക്കാതെ പോകരുതെന്ന് പറഞ്ഞില്ലേ? ആ കോവിഡ് കാലത്ത് നടന്ന കല്യാണത്തിൽ ഓ പയ്യത്ത് ബൈലുകാരാ, പരിസരത്തുള്ളവരെ മറന്നുപോയോ? ഓൺലൈനിലൂടെ എന്റെ വാദകൾ ഏത് നാട്ടുകാരാണെങ്കിലും ചോദിക്കട്ടെ, മറന്നുപോയോ? ഇന്ന് വലിയ വലിയ പന്തലുറക്കിയിട്ട് നടത്തുന്ന കല്യാണമില്ല. കൊറോണ കാലത്ത് നടന്ന കല്യാണം, കോവിഡ് കാലത്ത് നടന്ന കല്യാണം, 4 ആളെ വെച്ചിട്ട് കല്യാണം നടത്തിയത് മറന്നുപോയോ? കേവലം 10 പേരെ മാത്രം വെച്ചിട്ട് നടത്തിയ കല്യാണം മറന്നുപോയോ? അത് മറക്കാനായിട്ടില്ലല്ലോ. പ്രായപൂർത്തിയായതിനു ശേഷം ഇന്ന് വരെ ഒരു ചുമയെങ്കാലും മുടക്കിയവരുണ്ടോ? എന്നാൽ കൊറോണ കാലത്ത് ചുമ പോലും മുടങ്ങിയില്ലോ. വെള്ളിയാഴ്ച പതിവ് പോലെ മിമ്പറിൽ കയറേണ്ടിയിരുന്ന ഖതീബ് ഉസ്താദിനെ മിമ്പറിൽ കാണുന്നില്ലല്ലോ. ജുമുഅ പോലും ഇല്ലാതെയായില്ലേ? ഇനി എന്താണ് വരേണ്ടത്? പോരാ, ആ കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയ ആള്, അയാളെ മയ്യിത്തിനെ എങ്ങനെയാണ് സംസ്കരിച്ചത്? സ്വന്തം മകൻ മരണപ്പെട്ടപ്പോ സ്വന്തം ഉമ്മാക്ക് പോലും ആ മകന്റെ മയ്യിത്ത് കാണാൻ അവസരം നിഷേധിക്കപ്പെട്ടില്ലേ? സ്വന്തം ബാപ്പാക്ക് പോലും നിഷേധിക്കപ്പെട്ടില്ലേ? സ്വന്തം ഭർത്താവ് മരണപ്പെട്ടപ്പോ ഭാര്യക്ക് പോലും ഭർത്താവിന്റെ മുഖം കാണാൻ നിഷേധിക്കപ്പെട്ടില്ലോ? സ്വന്തം ഭാര്യ മരണപ്പെട്ടപ്പോ ഭർത്താവിന് പോലും ഭാര്യയുടെ മുഖം കാണാൻ നിഷേധിക്കപ്പെട്ടില്ലേ? എന്തിനേരെ പറയണോ? സ്വന്തം മക്കൾ മരിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് പോലും നിഷേധിക്കപ്പെട്ടില്ലേ? ഇനി എന്ത് വരാനാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള്, എന്ത് മറുപടിയാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? ഈമാനുള്ള പെങ്ങന്മാര്, എന്ത് മറുപടിയാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? ഇനി എന്ത് വന്നിട്ട് നന്നാകാൻ നമ്മൾ കാത്തിരിക്കണേ? ഞാൻ ചോദിക്കണേ. മംഗളത്തിന്റെ പുരലെല്ലാം ചില ഉമ്മമാരെല്ലാം കാട്ടിക്കൂട്ടല്. അല്ലാഹു ഞങ്ങളെ ഉമ്മമാർക്ക് നല്ല ബോധം കൊടുക്കട്ടെ. നമ്മളെ ഉമ്മമാരൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല മട്ടത്തിൽ തന്നെ ഉണ്ട്. നമ്മളെ പൊയ്യത്ത് ബൈലുകാര്, ഈ പരിസരത്തുള്ളവർ മാത്രല്ല, ദീനീ ബോധമുള്ള നല്ല നല്ല പെണ്ണുങ്ങമാർ ഇപ്പോഴും ഉണ്ട്. അവരെ ബറക്കത്ത് ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്കറിയ ബിശരിയോ എന്തുകൊണ്ട് ഇത്തരല്ലോ ആഭാസങ്ങൾ നടന്നിട്ട് കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം ആക്കുന്ന റബ്ബേ? അറേബ്യൻ നൈറ്റ് ബാര, ഞാനതൊന്നും ഇപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഉള്ളത് പറയാം. ഞാൻ ഒന്നും ഇനങ്ങൾ പറയുന്നില്ല, കാരണം എനിക്ക് കൂടുതൽ അറിയുന്നില്ല. അത് അറിയുന്ന ആളുകൾ ചിലപ്പോ നിങ്ങളായിരിക്കും.
അതുകൊണ്ട് ഞാൻ അത് ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ മൊത്തത്തിൽ പറയാനാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനാ ഞാൻ പറഞ്ഞത്, ഉസ്താദ്, നിങ്ങൾ സ്നേഹിക്കണ ഉസ്താദ്, അതേപോലെ നിങ്ങളെ പള്ളിത്തെ ഉസ്താദിന്റെ അടുത്ത് വിളിച്ചിട്ട്, ഉസ്താദെ ഞങ്ങൾ ഇങ്ങനെ മംഗല തീരുമാനിച്ചിന്, ഞങ്ങളെ മംഗല എങ്ങനെ ആവണോന്ന് നിങ്ങൾ തീരുമാനിക്കുക നോക്കാം. മിഞ്ഞാന്നൊരു വലിയ പണക്കാരന്റെ മംഗലം കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ മകന്റെയും മരുമകളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പണക്കാരനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദെ നന്റെ മക്കളെ നന്റെ മോന്റെ നിക്കാഹ് ആക്കുക നിങ്ങമേ ഉസ്താദുമാരെ വിളിക്കും, ആ തങ്ങളെ വിളിക്കും, എല്ലാം ഞാൻ വിളിച്ചു. ആയിക്കോട്ടെ, എല്ലാരും എങ്ങനെ നടത്തണോന്ന് നിങ്ങൾ തന്നെ പറയണം. സ്റ്റേജ് എങ്ങനെ വേണോ, പെണ്ണുങ്ങൾക്ക് എവിടെ ആണോ, ആണുങ്ങൾക്ക് എവിടെ ആവണോ. എന്നിട്ട് നിങ്ങൾക്കറിയോ, ആ നിക്കാഹ് ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ആ നിക്കാഹ് നടക്കുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് ഞാൻ ആ സ്ഥലത്തെത്തി. തങ്ങന്മാരും ആലിമീങ്ങളൊക്കെ ആ നിക്കാഹിന്റെ സദസ്സിലേക്ക് വരുന്നതിന്റെ 2 മണിക്കൂർ. എന്തിന്? അവിടെ എങ്ങനെ സെറ്റപ്പ് ഉണ്ട് നോക്കാൻ. നോക്കുമ്പോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണാനില്ല, കൂടിക്കളറിലില്ല. വലിയ പണക്കാരനാണ്. അതാ ഞാൻ പറഞ്ഞേ, എല്ലാ പണക്കാരൊന്നും മംഗലാഭാസത്തിലാക്കുന്നില്ല, എല്ലാ പാവപ്പെട്ടവനും നല്ല കോലത്തിൽ മംഗലാക്കുന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ഈ ആഭാസം നടത്തുന്നത് എല്ലാത്തിലുണ്ട്. പണം ഉള്ളവനിലുണ്ട്, ഇല്ലാത്തവനിലുണ്ട്, മീഡിയം സൈസിലുണ്ട്, ക്വാളിറ്റി കുറച്ച് കൂടുതലുള്ളതിലുണ്ട്, കുറഞ്ഞതിലുണ്ട്. എല്ലാരും മാറണമെന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ പോയി, ഞാൻ ശരിക്കും മുന്നിൽ നിന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്താണെന്നറിയോ, എന്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ കാലം വാല് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരുപാട് കാലം പൊയ്യത്തബയിലിൽ വന്ന് വാല് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്കതിന് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹദിയുടെ ബർക്കത്തുകൊണ്ട് നല്ല ആയുസ്, ആഫിയത്ത്, ദീർഘായുസ്, ആരോഗ്യത്തോടെ നീ നിലനിർത്തണം റഹ്മാനേ. ഞാൻ എപ്പോഴും ദ്വാരക്കുന്നു, ഇനിയും വരണം. എന്നാൽ ഞാനപ്പോ ആലോചിച്ചു പോയി, ഇത്രയെല്ലാം വാല് പറഞ്ഞതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ നടത്തിയ ദാവ ഇതായിരിക്കും. ഒരു അനാചാരം നടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പണത്തിന്റെ പവറും പണത്തിന്റെ പ്രസരിപ്പും കാണിക്കുകയാണെങ്കിൽ എങ്ങനെയും കാണിച്ചുകൂടെ? ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത് അതാ പറഞ്ഞ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദിനെ മുൻനിർത്തണം. ഞങ്ങളെ മംഗൽ എങ്ങനെയാണ് കാണിച്ചേരി, എപ്പ നിക്കാ വെക്കുന്നപ്പോ എങ്ങനെ എന്താക്കുന്നത് എല്ലാം ഒന്നാക്കിയിട്ട് സെറ്റപ്പ്. എന്നിട്ട് ആ ഉസ്താദിനെ മുൻനിർത്തി. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, കുടുംബത്തിൽ ഒരു ഹിരിയന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു താളത്തേക്ക് പോകുമ്പോ, അത് താളല്ല, മറ്റേ ഈ പെണ്ണുക്ക് പാൽ കുടിപ്പിക്കാൻ പോകുന്നല്ലേ, എന്താണ് ചിരട് കെട്ടുന്ന? ഓമോ, ഞങ്ങളെ നാട്ടിൽ ചിരട് കെട്ടുന്ന ഉറുക്ക് കെട്ടുന്ന സംസ്കൃതം നിങ്ങൾക്കറിയാം. ഉറുക്കന്നെ, അതന്നെ. അത് ചിരട് കെട്ടുന്ന അല്ലേ സംഭവം. അവന്റെ ഓണ് നോക്കണോ, ഓളെ തലന്റെ മേത്ത് കൈ വെച്ചിട്ടുണ്ടല്ലേ, ഒരു ദമ്മെല്ലാം എടുക്കുമ്പോണ്ടല്ല, എന്ത് ഇങ്ങനെ വാ എല്ലാം കഴിഞ്ഞ ശേഷം എന്ത് ഓതിനെന്ത് ഓതിനെന്ന് വിളിച്ചു വെച്ചാൽ നമുക്കറിയില്ല. അതൊരു ചടങ്ങാണ്. അങ്ങനെ ചിരട്ട് കെട്ടിയെങ്കാവല ഓതേണ്ടത് ഓതിയിട്ട് ചിരട്ട് കെട്ടണം. അപ്പൊ അത് ഉസ്താദിനോട് പോയി ചോദിക്കണോ, ഞാൻ ഇത് എന്താണ് ചിരട്ട് കെട്ടി, എന്ത് ഓതണോ എന്നെല്ലാം ചോദിക്കണോ? ഇപ്പൊ ഒന്നും അതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞത്, അപ്പൊ പണ്ടത്തെ ഹിരിയന്മാരുണ്ടായിരുന്നു അവിടെ, അവരവിടെ നിന്നിട്ട് പറയും ഉത്തരവാദിത്വം. ആ ഹിരിയന്മാര് ഉത്തരവാദിത്വം നിർവഹിച്ച ഹിരിയന്മാരായിരുന്നു. ഒക്കെ ജവാബ്ദാരിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് ഇരിക്കേണ്ട അടുത്ത് അങ്ങനെ ഒരു ചെലുത്തുണ്ടല്ല, ഞമ്മ ഇരിക്കേണ്ട അടുത്ത് ഞമ്മ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണ്ട, ശക്തമായ ഒരു പേരുണ്ടത്, ഞാൻ പറയണില്ല. ഞമ്മ മൊത്തത്തിൽ പറയാം, ആരാം വന്ന് അവിടെ ഇരിക്കും. അതിനുണ്ട്, ഞമ്മ ഇരിക്കേണ്ട ഞമ്മ ഇരുന്നില്ലെങ്കിൽ ആരാം വന്ന് അവിടെ ഇരിക്കും, പിന്നെ അത് കൊള്ളാവും. പണ്ടത്തെ ഇരിയന്മാരൊക്കെ വിളിച്ചു പറയാറുണ്ടായിരുന്നു, ഇതാ ചരട് കെട്ടാൻ പോകുന്നല്ലേ, ചക്ക മാത്രം പോയാൽ മതി. അതാ ചങ്ങായിമാരെല്ലാം അവിടെ വരെ ആക്കിയിട്ട്, ഓനെ ദഫ് മുട്ടിട്ട് അവിടെ വരെ ആക്കിയിട്ട് നിങ്ങളെല്ലാം വാപ്പസ് വരി, അയാൾ അവിടെ തന്നെ ഉണ്ടാവും. സംഭവം അയാളെ തല തൊപ്പിയായിരിക്കൂല, മറ്റേ ടവലായിരിക്കും, അങ്ങനത്തെ ടവലായിരിക്കും. എന്നാലും അയാൾ അവിടെ ജവാബ്ദാരി നിർവഹിക്കുന്നത്. നിങ്ങൾ നോക്കി, ഉത്തരവാദിത്വം നിർവഹിക്കുന്നേ പറയണം. അപ്പൊ ഒരു പുള്ളം പോകുന്നില്ലല്ലോ, അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഒരു പടക്കണ്ട, അവിടെ ഒരു ബലൂൺ പൊട്ടിക്കലുണ്ട, അവിടെ ഒരു സ്പ്രേ അടിക്കലുണ്ട. ഇത് നമ്മ ചിന്തിക്കണോ? നമ്മ ഇങ്ങനെ റോട്ടില് പുതിയാപ്പിളനെ താളത്തേക്ക് കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോകുമ്പോ ഒച്ചപ്പാടും വെച്ചിട്ട് ഏനത്തെ ഡാൻസും കൂത്തും ഒച്ചപ്പാടും. നീ ആലോചിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നീ ഇങ്ങനെ തെരുവോരങ്ങളിൽ നിന്റെ കൂട്ടുകാരനായ പുതിയാപ്പിളയും കൂട്ടിയിട്ട് താളത്തേക്ക് പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോ വഴിയോരങ്ങളിൽ എത്രയോ വീടുകളിൽ രോഗികൾ കിടക്കുന്നുണ്ട്.
ആ രോഗികൾ ഞെട്ടിപ്പോയില്ലേ? മാസങ്ങളോളം കിടക്കാൻ ഉറക്കം വരാത്ത രോഗികൾ പോലും നിന്റെ ഈ അപശബ്ദം കൊണ്ട് ഞെട്ടിപ്പോയ രോഗികളില്ലേ? ഈ അടുത്ത് പ്രസവിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് പോലും ഞെട്ടിപ്പോയില്ലേ? അപകടം സംഭവിച്ചില്ലേ? എവിടെങ്കിലും നടന്നു വർത്താനല്ല ഞാൻ പറയണേ, അങ്ങനെ നടക്കാൻ സാധ്യതയില്ലെന്നാ ഞാൻ പറയണേ. അതിനാരാണ് ഉത്തരവാദി? ഏതെങ്കിലും ഒരു രോഗി ഈ ഒച്ചപ്പാട് കേട്ട് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടാൽ നീ അവനെ കൊന്നതിന്റെ കുറ്റം നിനക്ക് കിട്ടൂലേ? അല്ല, എനിക്ക് ഗൊന്തില്ല, നീ അയാൾ അവിടെ ഉണ്ടായിനീന്ന് എന്തെനിക്ക് ഗൊന്താവാത്തെ? ഇത്രയെല്ലാം ഗൊന്താന്ന് നിനക്ക് ഗൊന്താറ്, ഇത്രയെല്ലാം നിനക്ക് ഗൊന്താന്ന്, ഇടീ ദുനിയാവ് ഗൊന്താന്ന്. നിനക്ക് ചോറ് തിന്നുന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൂടെ? നീ പോകുന്ന വീട്ടിന്റെ പരിസരം, ആ വീട്ടില് രോഗികൾ ഉണ്ടാകും, പ്രസവിച്ച് കിടക്കുന്ന തള്ള ഉണ്ടാവും, പ്രസവിക്കപ്പെട്ട കുഞ്ഞുണ്ടാവും. നിനക്ക് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ? നീ വലിയ സയന്റിസ്റ്റ് ആയില്ലേ?